കൂടി പരിശോധിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അത് ഇടതുപക്ഷത്തിനും UDF-നും ഒരുപോലെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിൽ നിന്ന് ഒരു മാറ്റം, വലിയ ഒരു മുന്നേറ്റം ഏത് മുന്നണി ഉണ്ടാക്കിയാലും അത് ഭരണത്തിലേറാൻ സഹായമാവുകയും ചെയ്യും. രുചിഷ, അതങ്ങനെ തന്നെയാണ്. അവസാനത്തെ കണക്ക് പ്രകാരം 74.32% വോട്ടാണ് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെച്ചപ്പെട്ട പോളിംഗ് ആണ്. ഇതിൽ കുറച്ചുകൂടി വർധനമുണ്ടാകാൻ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും ഒരു ഫൈനൽ കണക്കല്ല. നിലവിൽ വന്നിരിക്കുന്ന അനുസരിച്ച് അത് മെച്ചപ്പെട്ട പോളിംഗിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ളത് വൈക്കത്താണ്. 79.31 വൈക്കത്തെ പോളിംഗ്. അതേസമയം കടുത്തുരുത്തിയിലാവട്ടെ പോളിംഗ് വലിയ രീതിയിൽ കുറയുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിട്ടുള്ളത്. 69.03% മാത്രമാണ് കടുത്തുരുത്തിയിൽ പോളിംഗ് ഉള്ളത്. ഏതാണെങ്കിലും അത് വലിയ ഒരു കുറവാണ് കടുത്തുരുത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഉള്ള ഒരു മണ്ഡലമായി കടുത്തുരുത്തി മാറുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തിയിൽ നേരത്തെ ഉള്ള പോരാട്ടത്തെക്കാൾ കൂടുതൽ അവിടുത്തെ മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കാരണം ആരുടെ വോട്ടാണ് കുറഞ്ഞതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധാകേന്ദ്രം പാല തന്നെയാണ്. പാലായിൽ ഇത്തവണ വലിയ ശക്തമായ മത്സരമാണ് നടന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും അഭിമാനകരമായ പോരാട്ടമാണ് പാലയിൽ നടത്തിയത്. CPM-ഉം കേരള കോൺഗ്രസും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ഒരു സംഘടനാപരമായ വർക്ക് നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം മാണി സി കാപ്പനാകട്ടെ മുന്നണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ MLA ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ അതിലൊക്കെയാണ് വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു വലിയ പോരാട്ടം അവിടെ നടന്നു. ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ നിർണായകമായത്. ഷോൺ ആരുടെ വോട്ടാണ് പിടിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പാലയിലെ ഒരു നിർണായകമായ, അത് വിജയം ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ആകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു മണ്ഡലം പൂഞ്ഞാറാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലാണ് പൂഞ്ഞാറിൽ മത്സരം ഉണ്ടാകുന്നത്. സെബാസ്റ്റ്യൻ കുളസങ്ങളും PC ജോർജും സജി ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പ്രത്യേകമായ വോട്ടിംഗ് പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത്. PC ജോർജ് പറഞ്ഞ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ, FCRA, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവിടെ വോട്ടിങ്ങിൻ്റെ പ്രധാന കാരണമായിട്ടുണ്ട്. തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സംബന്ധിച്ച് FCRA പ്രധാനമായും ചർച്ച ചെയ്ത മണ്ഡലമാണ്. വിഷയം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് റബ്ബറിൻ്റെ വില ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട്. വൈക്കത്ത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൂടാതെ ഏറ്റുമാനൂരിൽ ദേവസ്വം മന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മത്സരിച്ചതോടുകൂടി ആ മണ്ഡലം വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ശബരിമല കൊള്ള ഉൾപ്പെടെ ചർച്ചയാക്കാനാണ് UDF ശ്രമിച്ചത്. ഏതാണെങ്കിലും വലിയ പ്രചാരണം ഏറ്റുമാനൂരിലും നടന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോട്ടയത്തെ ആകെ മണ്ഡലങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് UDF-ന്റെ ശക്തി കേന്ദ്രമാണെന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് 5-4 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി എത്തി. അതിലൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും എടുത്തറിയേണ്ടത്. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ച് അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ 5 എന്നുള്ളത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരു പക്ഷേ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യകേരളത്തിന് ഒരു വലിയ തിരിച്ചടിയാണ്. സംസ്ഥാനത്തൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കേണ്ട ജില്ലകളിലൊന്ന് അത് കോട്ടയമാണ്. അവിടെ കോട്ടയത്ത് അനുകൂലമല്ല സാഹചര്യമെങ്കിൽ രുചി സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തും സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. ശരി അജിത്ത്, എന്തായാലും നമ്മൾ വളരെയധികം ഉദ്വേഗത്തോടെ നോക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോട്ടയം. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് എവിടെ ആർക്ക് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ പോളിംഗ് ശതമാനം ഉയർന്ന പശ്ചാത്തലത്തിൽ അത് കണക്കുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ഒരു മുന്നണിക്കും ഇപ്പോഴും തിട്ടമില്ലാത്ത അവസ്ഥയാണ്. നമുക്ക്